അവർക്ക് ജസ്റ്റ് ഇപ്പൊ കാണുമ്പോഴത്തേക്കും ഒരു ചോദ്യം അവര് വിടും. അത് നമുക്ക് ഭയങ്കര ഇമ്പാക്ട് തരുന്നുണ്ട്, നമ്മളെ അത് വല്ലാണ്ട് കൊള്ളും അത്. പിന്നെ എനിക്കറിയാം അവർക്കൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല, ഗ്യാപ്പില്ല. പടം ചിലർ ചോദിക്കും പടമില്ല, ഇപ്പൊ പടമൊന്നും ഇല്ലേ മോളില്ല, ഇപ്പൊ പടമൊന്നും ഇല്ല. അങ്ങനെ തന്നെ ഞാൻ പറയും, മോക്കെന്നാ കല്യാണം കഴിച്ചുകൂടെ, എന്താ കല്യാണം കഴിച്ചോ, കല്യാണം ആ ചെക്കനാരും കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ തന്നെ ഞാനും പറയാറുള്ളത് പണ്ട് തൊട്ടേ. ഞാൻ പിന്നെ ഈ നാട്ടുകാർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. ഞാൻ അതിനനുസരിച്ചുള്ള മറുപടി ഞാൻ അന്നും പറയുമായിരുന്നു. സോ അന്നും ഞാൻ റോങ് ആണ് എല്ലാവരുടെ മുമ്പിൽ. പക്ഷെ ഇപ്പൊ ഒക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. മറുപടി പറയുന്നവരല്ലെങ്കിലും റോങ് ആയിട്ടാണല്ലോ. കാരണം എന്തുകൊണ്ട് ഗ്യാപ്പ് വന്നു, ഐ മീൻ ഗ്യാപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പടം ഞാൻ ഷൂട്ട് ചെയ്യുന്ന പടം ചിലപ്പോൾ റിലീസാവാൻ ലേറ്റ് ആവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അതൊക്കെ ആയിരിക്കാം. മൂവി ചെയ്യാണ്ട് ഞാൻ നാടകം ചെയ്യുന്നുണ്ട്. നാടകം ചെയ്യുമ്പോഴത്തേക്കും തിയേറ്റർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എന്താ മൂവി വിട്ടിട്ട് തിയേറ്റർ ചെയ്യുന്നേ, അപ്പോൾ ഒന്നും കൂടി ലൈക്ക് അവരുടെ കണ്ണിൽ എൻ്റെ ഗ്രാഫ് ഇറങ്ങുന്നതായിട്ടൊക്കെയാണ് അവർ പറഞ്ഞത്. അയ്യോ ഇപ്പോൾ എന്താ ഇപ്പോൾ വരുമാനമില്ല, ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞാൽ അപ്പം അങ്ങനെയാണ്. നമുക്കിപ്പോൾ അവരുടെ അടുത്തൊന്നും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ തന്നെ അങ്ങ് വിടുക, അത്രേ ഉള്ളൂ. നമുക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യാനും പോകുന്നില്ല, അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല, അപ്പോൾ മനസ്സിലാക്കാനും പോകുന്നില്ല. വെറുതെ നമ്മുടെ എനർജി കളയേണ്ട ആവശ്യമില്ല. ഞാൻ അവർ പറഞ്ഞു യെസ് അങ്ങനെയാണ്, കഷ്ടപ്പാടാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞു വിടും. സോഷ്യൽ മീഡിയയിൽ കുറേ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും. നമ്മൾ നല്ല ചെയ്താലും ചീത്ത ചെയ്താലും കുറേ കമന്റ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സിനെയൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? എൻ്റെ പ്രൊഫൈലാണ് ഞാൻ ഫോട്ടോസ് ഇടുന്നതും ഓരോന്നും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതിനകത്ത് ആൾക്കാർ കയറി അഭിപ്രായം പറയുന്നത് അവിടെ എവിടെ ഇരുന്നുകൊണ്ട് ആരൊക്കെ എന്തൊക്കെയോ പറയുന്നത് ഞാൻ ചെയ്തു കൊടുക്കാറേ ഇല്ല. നല്ലത് പറഞ്ഞാൽ കൊള്ളാം, എന്നെ അംഗീകരിക്കപ്പെടുന്നുണ്ട്, സന്തോഷം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ കമൻറ്റ്സ് അങ്ങനെയൊന്നും അധികം അങ്ങനെ നോക്കലില്ല. എവിടെയാണെങ്കിലും എന്താണെങ്കിലും ഒന്നും നോക്കലൊന്നുമില്ല. പേഴ്സണലി ആൾക്കാർ വന്ന് നല്ല അഭിപ്രായം പറയുമ്പോൾ അതെടുക്കും, ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്കും എന്താണെങ്കിലും ഓക്കെ, അത്രേ ഉള്ളൂ. പൊതുവെ കമൻറ്റ്സിനോടൊന്നും ഇത്ര വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ഒബ്ജക്റ്റീവായിട്ട് തന്നെ എടുക്കാറുള്ളൂ. പുതിയ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും കൂടി നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ പേര് തന്നെ. ശരിക്കും ഇത്ര വലിയൊരു പേരിടാൻ തീരുമാനിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ നടന്നിരുന്നോ? അറിയാമോ? എനിക്കൊന്നും അറിയില്ല എന്താ, പക്ഷെ അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയ പ്രണയം. കാരണം അത് ആക്ച്വലി അങ്ങനെ തന്നെ ഇടാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്നാത്താൻ കേസുകോട് സിനിമയിലെ 2 ലെജൻഡറി ക്യാരക്ടേഴ്സാണ്. പ്രേക്ഷകർ ഒരുപാട് സ്നേഹിക്കുകയും അപ്രിഷ്യേറ്റ് ചെയ്ത സുമലതയും സുരേഷിനുമാണ്. അപ്പോൾ അവരുടെ ലവ് സ്റ്റോറി എന്താണെന്ന് അതിനകത്തൊരു കണ്ടന്റ് ഉണ്ട്. അപ്പം അതെടുത്തിട്ട് ഡെവലപ്പ് ആക്കിയ സ്റ്റോറിയാണ്. അത് അങ്ങനെ തന്നെ ഇടുന്ന, ആ ടൈറ്റിൽ അങ്ങനെ ഇടുന്ന തന്നെയായിരിക്കും നല്ലത്. പിന്നെ അതിൻ്റെ ജോണർ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ആബ്സർഡിറ്റിയും എന്താ പറയുക, നല്ല രസകരമായ കോമഡി, സന്തോഷം, ഒരു ഇമോഷണൽ ജേർണിയൊക്കെ തന്നെയുള്ളൊരു ലവ് സ്റ്റോറിയാണ് ഈ സിനിമ. അതിൽ സുരേഷൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ രാജേഷ് മാധവനാണ് ചെയ്യുന്നത്, സുമലത ചിത്ര ചേച്ചിയാണ് ചെയ്യുന്നത്. ചിത്ര ഞാൻ പേഴ്സണലി എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി സെൽഫ് വർത്ത് ഒക്കെ ഇത്തിരി കുറവാണ്. സോ നമ്മൾ പൊതുവെ ആര് നമ്മളുടെ അടുത്ത് നല്ല അഭിപ്രായം പറഞ്ഞാലും നമുക്കത് റിസീവ് ചെയ്യാൻ ഇത്തിരി പാടായി, സംശയം ബാക്കി നിൽക്കില്ലേ, നമുക്ക് അങ്ങനെ തോന്നാറില്ലേ? നമ്മളൊക്കെ സാധാരണ ആൾക്കാർക്ക് അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയുമ്പോഴത്തേക്ക് ഈശ്വര എന്തോ നമുക്കത് റിസീവ് അക്നോളജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ ഒരാൾ തന്നെയാണ് ഞാൻ. കോൺഫിഡൻസ് ഇഷ്യൂ ഒക്കെ എനിക്കും ഉള്ള ഒരാളാണ്. അപ്പം പെർഫോമൻസ് നല്ലത് കാണുമ്പോൾ നല്ല അഭിപ്രായം പറയുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഉണ്ടോ, അങ്ങനെയാണോ എന്നൊക്കെ തോന്നുന്ന ഒരാളാണ്. പക്ഷെ എന്നാൽ പോലും നല്ലത് പറയുമ്പോൾ ഞാൻ നല്ലത് എടുക്കും, പിന്നെ അത് ഐ ടേക്ക് ഇറ്റ് ആൻഡ് നെക്സ്റ്റ് വർക്ക് ചെയ്യും, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ ഇപ്പോൾ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ? ഫ്രണ്ട്സ് എല്ലാവരും നല്ലോണം ക്രിട്ടിസൈസ് ചെയ്യും. ഇൻഡസ്ട്രി ഫ്രണ്ട്സും അതെ, അല്ലാത്തുള്ളവരും അതെ, നല്ലോണം ക്രിട്ടിസൈസ് ചെയ്യും. കാരണം അങ്ങനത്തെ ഒരു സ്പേസ് അതുണ്ട്. ആ ക്രിറ്റിസിസം ആണ് ആക്ച്വലി നമുക്ക് കൂടുതലും ഗ്രോത്തിനുള്ള ഒരു സാധനം തരുന്നത്. അവർ അയ്യോ ഇവിടെ വർക്ക് ചെയ്യണം, ഇവിടെ വർക്ക് ചെയ്യണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ എൻ്റെ ഏത് പടം റിലീസായാലും എൻ്റെ കുറച്ച് പേഴ്സണൽ ഫ്രണ്ട്സ് ഉണ്ട്, അവരെടുത്തുകൊണ്ട് ഞാൻ മൂവി റിലീസിന് എപ്പോഴും എൻ്റെ എല്ലാ പടത്തിനും അവരുണ്ടാവും, ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരുന്ന ഒരാൾക്കാരുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ തന്നെ എൻ്റെ അടുത്ത് ഒരു പടത്തിൻ്റെ റിലീസ് ഞാൻ അവനെ കൊണ്ടുപോയി. ആത്മസുഹൃത്താണ്, വർഷങ്ങളോളം ഉള്ളതാണ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ പുള്ളി വന്ന് പടം കണ്ടു. പടം കണ്ടിട്ട് ഒന്നും മിണ്ടാതെ നമ്മൾ അന്നൊക്കെ തിരിച്ചു പോയി, കുഴപ്പമില്ല അടിപൊളിയാന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടങ്ങ് പോയി. അടുത്ത ദിവസമായപ്പോഴത്തേക്കും പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ശരണ്യ മച്ചാനെ എനിക്ക് കഴിവില്ലടാ എന്നെ മുഖത്ത് നോക്കിയിട്ട് ആള് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇതിങ്ങനെ ആയിരുന്നോ നീ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ എന്നൊക്കെ എനിക്ക് കുറച്ച് കാഴ്ചപ്പാടുകൾ തന്നു. അത് ഏത് സിനിമ കാണിക്കാനെ കൊണ്ടുപോയത് അത് പറയാൻ പറ്റില്ല. അപ്പൊ ആളെന്റെ മുഖത്തോക്കി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എനിക്ക് കഴിവില്ലടാ എന്ന് പുള്ളി മുഖത്തോക്കി പറഞ്ഞു. കഴിവില്ലാത്ത ആളുടെ മുഖത്ത് നോക്കി കഴിവില്ല എന്ന് പറയുന്നതാണല്ലോ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് നിവിൻ പോളി ഏതോ പടത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ.
അതുപോലെ അവൻ്റെ ആത്മാർത്ഥത കാണിച്ചു. അവിടം തൊട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി വർക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത്. അവിടം തൊട്ടുള്ള ഒരു വർക്കിംഗ് എനിക്ക് മേൽ ചെയ്ത I started working on myself, on behalf of like performance wise, acting wise. From there I realized that I need to unlearn many things, lot of things. So നമ്മൾ പഠിച്ചു വെച്ച കുറേ സാധനം നമ്മുടെ കാഴ്ചപ്പാടുകൾ കുറേയൊക്കെ ഒന്ന് കട്ട് ആൻഡ് ട്രിം ഒക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്യാനുണ്ട്, കുറേ കൂടി വർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് ഇപ്പോൾ സ്ലോലി ഞാനിപ്പോൾ പിക്ക് ചെയ്ത് വരുന്നത്. ഈ തിയേറ്റർ പ്ലേ ഒക്കെ മുമ്പും ചെയ്തിട്ടുള്ള ആളാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പം അതിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് മാറ്റിവെക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ടാകില്ലേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഇപ്പം ശ്രദ്ധിക്കാറുണ്ടോ? ആക്ച്വലി അതിൽ നിന്ന് മാറ്റി വെക്കേണ്ടതായിട്ടൊന്നുമില്ല. എനിക്കറിയില്ല മാറ്റി വെക്കേണ്ടതായിട്ട് എന്താ ഉള്ളതെന്നുള്ളത്. ഞാൻ വളരെ മുമ്പല്ല, ഞാൻ തിയേറ്റർ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമൊക്കെ ആവുന്നതേ ഉള്ളൂ. ഇത് ഈ പറഞ്ഞ പോലെ ഈ കഴിവില്ല എന്ന് പറഞ്ഞ ശേഷം ഞാൻ എടുത്തൊരു വർക്കിംഗ് ഓൺ മൈസെൽഫിന്റെ സ്റ്റെപ്പിന്റെ ഭാഗമായിട്ടാണ് തിയേറ്റർ വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, അതൊക്കെ ഒക്കെ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തിയേറ്റർ എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. ഞാൻ നാടകം ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ എനിക്കതൊരു ലിമിറ്റ് അറിയത്തുള്ളൂ. അതൊക്കെ കുറേ ആഴത്തിലുള്ള കുറേ നല്ല ആർട്ടിസ്റ്റിക് പ്രോസസ് കാര്യങ്ങളാണ് അതൊക്കെ. അതിനെപ്പറ്റി അറിയാനൊരു ക്യൂരിയോസിറ്റി വന്നിട്ട് അങ്ങനെ പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ എന്താ പറയുക പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് ക്രാഫ്റ്റ് ഡിസ്കവറീസ് ഒക്കെ കുറേ കണ്ടുപിടിച്ചു. ഇത് തന്നെയാണ് അവിടെ ചെയ്യുന്ന ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ഇവിടെയും പ്ലേ ചെയ്യുന്നത്. വ്യത്യാസങ്ങളൊന്നുമില്ല. ആക്ടിങ് ഇസ് ആക്ടിങ്. തിയേറ്റർ ആയാലും അതെ, ഇത് മൂവി ഇതിലാണെങ്കിലും അതെ. അവിടെ സ്റ്റേജിന് മുമ്പിൽ ലൈവായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നു, ഇവിടെ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോം ചെയ്യുന്നു. ബട്ട് പെർഫോമിങ് ക്യാരക്ടർ ഇസ് ലൈക്ക് സെയിം തന്നെ. ഇപ്പം സെൽഫ് വർത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ കോളേജൊക്കെ കഴിഞ്ഞ് ഒരു കോർപ്പറേറ്റ് ലൈഫിലേക്ക് MBA ഒക്കെ കഴിഞ്ഞ് കോർപ്പറേറ്റ് ലൈഫിലേക്ക് എത്തുന്നു. അതിനുശേഷം സിനിമയിലേക്ക് വരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ വീട്ടിൽ നിന്ന് ആ ഒരു സപ്പോർട്ട് അവർക്ക് ഭയം ഉണ്ടാകും. അപ്പം അങ്ങനെ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടെത്തുന്ന ഒരാൾ. അപ്പം ഈ സെൽഫ് വർത്ത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ ഓരോ ഓഡീഷൻ കഴിയുമ്പോഴും. അപ്പം അതിനെങ്ങനെ ഓവർകം ചെയ്യുന്നത്? ആരോടാണ് കൂടുതൽ സംസാരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച്? ഇപ്പോഴത്തേക്കുള്ള ഈ ലൈഫ് സ്റ്റൈലിൽ എല്ലാവർക്കും നമുക്ക് വേണ്ടിയിട്ട് എത്രത്തോളം അവൈലബിൾ ആവാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം ഒരു പക്ഷേ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്താൽ അവർക്ക് അത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. കാരണം അവരുടെ ലൈഫ് ജേർണി ഇസ് ഡിഫറെൻറ്റ്, മൈൻ ഇസ് ഡിഫറെൻറ്റ്. സോ എനിക്ക് മനസ്സിലാക്കാന്നുള്ളത് നമ്മുടെ ഫിയർ എന്താണ്, സെൽഫ് വർത്ത് ഇഷ്യൂ, എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഞാൻ അവെയറായി. അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്ത് നൗ ഐ എം അവെയർ. എനിക്ക് എന്തൊക്കെയാണ് പുഷ് ബാക്ക് ഉള്ളത്, ഞാൻ എവിടേക്കാണ് എന്നെ തന്നെ പുഷ് ചെയ്യേണ്ടതും എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ബേസിക്കലി ഡോണ്ട് ഗിവ് അപ്പ്. ഇതുപോലത്തെ നമ്മളിപ്പം ഇപ്പം മൂവി ഇൻഡസ്ട്രിയിലേക്ക് വരിക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു പ്രിപ്പറേഷൻ ആയിരുന്നു എനിക്ക്. കാരണം ഇങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് വർക്ക് നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് അത് വിട്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഒന്നും അല്ലാതെ അതിലേക്ക് ഞാൻ ഇറങ്ങി തിരിക്കുമ്പോൾ ആ തീരുമാനം എടുക്കുക, ഐ വാണ്ട് ടു ബി എ ആക്ടർ.